ഹലോ, ഞാൻ ജൂലി രാകേഷ്. അപ്പോൾ 11-11 എന്താണ് 11-11? അപ്പോൾ എല്ലാവരും കണ്ടു കാണാം. 11 ഇഷ്ടംപോലെ യൂട്യൂബ്സിലൊക്കെ കാണാനുണ്ട്. യൂണിവേഴ്സൽ നമ്പറാണ്. പക്ഷെ ഓരോ യൂണിവേഴ്സലിനും അതിൻ്റെതായ ഭാഷയുണ്ട്. എന്താണ് നമ്മളോട് അത് പറയാനായിട്ട് വെച്ചാൽ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. എഴുതാന്നല്ലാണ്ട് ഒന്നും നടന്നിട്ടില്ല. അതായത് 3-3 അവർ എഴുതാൻ പറയും, 11-11 എഴുതാൻ പറയും, 2-2 നമ്മുടെ ആഗ്രഹം എഴുതാൻ പറയും. അങ്ങനെ 1 മുതൽ 0 വരെ എഴുതിയാലും നടക്കാത്ത കേസുകളും ഉണ്ട്. അതിന്റെ കാരണം പറയാം. ഓരോന്ന് ഈ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ ഇതാണ് യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു. 11-11 പറയാം. അതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ടാകും, ഏത് ജാതിയിലായിക്കോട്ടെ ഏത് മതത്തിലായിക്കോട്ടെ, പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവം ചോദിക്കും, എന്താണ് ഭക്ത നിന്റെ ആഗ്രഹം, പറയും, ഞാൻ സാധിച്ചു തരാം. അതാണ് 11-11 അർത്ഥം. ഈ പ്രപഞ്ചം നമ്മളോട് നമുക്ക് തരുന്ന ഒരു ഫ്രീ പാസ്സാണ്, ഓപ്പൺ പാസ്, ഫ്രീ ടിക്കറ്റാണ്. എന്തിനുള്ള ഫ്രീ ടിക്കറ്റ്? അതായത് നമ്മുടെ പ്രപഞ്ചം നമ്മളോട് പറയണം, നീ നിന്റെ ആഗ്രഹം പറയും, ഞാൻ സാധിച്ചു തരാം എന്നുള്ളത്. അത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇത് കാണില്ല. പ്രപഞ്ചം തെരഞ്ഞെടുക്കുന്നവരെ മാത്രമായിരിക്കും ഇത് കാണും. അത് നമ്പറിലായിരിക്കാം, ഒരു കാർഡ് നമ്പർ പ്ലേറ്റിലായിരിക്കാം, സമയത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൈസയുടെ രൂപത്തിലായിരിക്കും. അതായത് 1011 രൂപ അല്ലെങ്കിൽ 114, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ആവുന്നു, അങ്ങനെ പല ഇതിലായിരിക്കും. പക്ഷെ നമുക്കത് ക്ലിക്കാവില്ല, ഓർമ്മയിൽ വരില്ല. അതും ഈ പറയുന്ന പോലെ നമ്മുടെ കർമ്മ, നമ്മളൊരു നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് നമ്മുടെ ഈ ഒരു കാര്യം. ഇപ്പൊ കുറെ യൂട്യൂബ്സിൽ പറയുന്ന പോലെ നിങ്ങൾ 11 ദിവസം എഴുതുമെന്ന് പറയും. ഒരേ സമയത്ത് നമുക്ക് എഴുതാനും പറ്റില്ല. പലരും പല കാര്യത്തിലായിരിക്കും. എഴുതി തുടങ്ങി കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു 5 മിനിറ്റ് ആയിട്ടാണ്. അപ്പൊ ആ ഒരു 11 ആ ഒരു സമയം അതും ശരിയാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ എഴുതി കഴിയുമ്പോൾ ഈ ഒരു നമ്പർ കാണുന്നവര്, അതിപ്പോൾ നമ്മൾ നെഗറ്റീവ് പറയുകയാണെങ്കിലും പോസിറ്റീവ് പറയുകയാണെങ്കിലും തീർച്ചയായിട്ടും നടക്കേണ്ടവർക്ക് എന്തായാലും നടന്നിരിക്കും. പറയേണ്ട കാര്യം എന്താണെന്ന്, ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇത് കാണുകയാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്പർ പ്ലേയിൽ എവിടെയാണെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 1 മിനിറ്റിൽ, ആ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾക്ക് അപ്പോൾ ഒരു ഹൈ എനർജി ആയിരിക്കും. ആ 1 മിനിറ്റിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം നടന്ന് കിട്ടിയതുപോലെ നിങ്ങൾ പറയുക. എന്നിട്ട് താങ്ക് യു എന്ന് പറയാം. കറക്റ്റ് ആ 1 മിനിറ്റിൽ 11 പ്രാവശ്യം പറയണം. അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതേപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആളാണോ, മറ്റുള്ളവർക്ക് ഒരു ദോഷം വിചാരിക്കുന്ന ആളാണോ? അങ്ങനെയുള്ളവർക്ക് ഒന്നാമത് ഈ നമ്പർ കാണില്ല, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അത് പ്രപഞ്ചം തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത്, നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കും, നമ്മൾ ക്ലെൻസ് ചെയ്യുക, പരിശുദ്ധമാക്കുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു മൈ ഡിയേഴ്സ്.